നമസ്കാരം, ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. 30 ദിവസത്തിൽ 87 പനി മരണം. വിടുവായത്തം നിർത്തി വകുപ്പിനെ നയിക്കും മുരളീധരൻ മറുപടിയായി വീണ ജോർജ്. തെലുങ്കു സിനിമാ ലൊക്കേഷനിൽ പടയപ്പ് എത്തി. ഷൂട്ടിംഗ് നിർത്തിവെച്ച് അണിയറ പ്രവർത്തകർ. കുതിരക്കച്ചവടം പൂർണ്ണം. മഹാരാഷ്ട്രയിൽ 6 വിമത എംപിമാർ ശിവസേന ഷിൻഡെ വിഭാഗത്തിൽ ചേർന്നു. മരുന്നില്ല, ഡോക്ടർമാരും DMമാരും ഇല്ല. ആരോഗ്യവകുപ്പ് തലപ്പത്ത് കസേരകളി. മദ്യനികുതി ഇളവ്. കരിമണൽ അതൃപ്തി പരസ്യമാക്കി വേണുഗോപാൽ. സർക്കാരിന്റെ മുന്നറിയിപ്പ്. ജലപീരങ്കിൽ ഉപയോഗിച്ചത് മലിനജലം. വെള്ളക്കുപ്പി ഉയർത്തി പ്രതിപക്ഷ നേതാവ്. ആഭ്യന്തരമന്ത്രി മറുപടി പറയണം. കോഴിക്കോട് വീണ്ടും ഷിഗല്ല ഭീതി. നാദാപുരത്ത് 7 വയസ്സുകാരിക്ക് രോഗബാധ. മഹേശന്റെ മരണം വെള്ളാപ്പള്ളി നിയമത്തെ വെല്ലുവിളിക്കുമെന്ന് സുധീരൻ. മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ആഗോളതലത്തിൽ ആക്സസ് സേവനം തടസ്സപ്പെട്ടു. ലോഗിൻ ചെയ്യാനാകാതെ ഉപഭോക്താക്കൾ. ഖത്തർ റാസ് ലഫാൻ സ്ഫോടനം. 13 മരണം. ഹെൽപ്പ് ലൈൻ നമ്പറുകൾ പ്രഖ്യാപിച്ച് ഇന്ത്യ എംബസി. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ഖത്തറിലെ പ്രമുഖ വ്യവസായി നഗരമായ റാസ് ലഫാനിലുണ്ടായ സ്ഫോടനത്തിൽ 13 പേർ മരിച്ചു. മരിച്ചവരിൽ ഇന്ത്യക്കാരും പാകിസ്ഥാൻ പൗരന്മാരും ഉൾപ്പെടുന്നുണ്ടെന്നാണ് പ്രാഥമിക വിവരം. സ്ഫോടനത്തിൽ 66 പേർക്ക് പരിക്കേറ്റു. ഊർജ്ജകാര്യ മന്ത്രിയും ഖത്തർ NGCEOയുമായ സാദ് ഷെരീദ അൽ ഖാബി ദോഹയിൽ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സംഭവത്തിൽ പിന്നിൽ അട്ടിമറിയോ മറ്റെന്തെങ്കിലും ശ്രുതപരമായ പ്രവർത്തനമോ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞായറാഴ്ച 10:30ഓടെയാണ് സ്ഫോടനമുണ്ടായത്. ഇറാൻ നടത്തിയ ആക്രമണത്തെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ തൊഴിലാളികൾ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നാണ് റിപ്പോർട്ട്. സംഭവം നടന്നയുടൻ തന്നെ അടിയന്തര രക്ഷാസേന സ്ഥലത്തെത്തി തീപിടുത്തം പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയിരുന്നു. ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ബാൻസർ ഗ്യാസ് സപ്ലൈ കേന്ദ്രത്തിലാണ് സ്ഫോടനം. About 10:30 p.m. Sunday night, the 21st of June 2026, there was an explosion and fire at the Berzan local gas supply facility at Ras Laffan Industrial City, which was operated by Qatar Energy LNG. I would like to emphasize that this was an accident and not sabotage or hostile in nature. Berzan plant production was intentionally completely stopped since December 2025 due to urgent maintenance requirements. It was first restarted again only 2 days ago. The fire was swiftly and fully extinguished by Qatar Energy Emergency Response Team and Qatar Civil Defense. Unfortunately, I find myself today having to do something I have always hoped will never happen, and that is to announce the tragic loss of 13 lives of our people who hold Indian and Pakistani nationalities. 66 people have been reported injured and are receiving medical treatment, none of whom are in life-threatening condition. They hold Qatari, Indian, Pakistani, Bangladesh, Kenyan, Ghanaian, Tanzanian, Nigerian and Nepalese nationalities. We extend our heartfelt condolences to the families, friends and colleagues of those who lost their lives and our praise for the swift recovery of those injured. Various Qatar Energy teams are currently providing full support to those affected by this tragedy. We have started full investigation to determine the cause of this unfortunate incident. I would like to conclude by mentioning that Qatar Energy LNG facilities, Ras Laffan Port, other logistical operations in Ras Laffan remain unaffected as a result of this explosion and fire, and this will not affect in any way our export capabilities. Thank you. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി കെ മുരളീനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജ്. 30 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് പനി ബാധിച്ചത് മരിച്ചത് 87 പേരാണ്. വിടുവായുത്തം നിർത്തി വകുപ്പിനെ ഏകോപനത്തോടെ നയിക്കുമെന്ന് വീണ ജോർജ് ഫേസ്ബുക്ക് കുറിപ്പിൽ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ കാലത്ത് ആരോഗ്യ വകുപ്പിനെയും മന്ത്രിയെയും ഏറ്റവും കൂടുതൽ ആക്രമിച്ചയാളാണ് മുരളീധരൻ. അന്നത്തെ വാക്കുകളൊക്കെ ഇന്ന് ബൂമറാങ് പോലെ ശക്തമായി തിരിച്ചെത്തുന്നത് കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്നും വീണ ജോർജ് കുറിപ്പിൽ പറഞ്ഞു. LDF സർക്കാരിന്റെ കാലത്ത് ആരോഗ്യമേഖലയിൽ ഉണ്ടായ നേട്ടങ്ങളെക്കുറിച്ചും വീണ ജോർജ് പോസ്റ്റിൽ വിശദീകരിക്കുന്നുണ്ട്. ഉത്തരവാദിത്തം മറക്കേണ്ട കെ മുരളീധരൻ. വിടുവായുത്തം നിർത്തി വകുപ്പിനെ ഏകോപനത്തോടെ നയിക്കൂ. 30 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് പനി ബാധിച്ചു മരിച്ചത് 87 പേരാണ്. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ ആരോഗ്യ വകുപ്പിന് കഴിയുന്നില്ല എന്ന വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷമുയർത്തിയ പ്രശ്നങ്ങൾക്ക്
മുന്നിൽ ഉത്തരം മുട്ടിയപ്പോൾ 10 വർഷത്തെ റീൽസും 5 വർഷത്തെ വീണമീട്ടലുമാണ് പ്രശ്നം എന്ന് കെ മുരളീധരൻ പറഞ്ഞതായി കണ്ടു. സോണിയാഗാന്ധിയെ അലൂമിനിയം പട്ടേലെന്നും വിളിച്ച മുരളീധരനിൽ നിന്ന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്ന് കെ മുരളീധരൻ ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നു. LDF സർക്കാരിന്റെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിക്ക് പ്രശ്നമാകാം. കാരണം അന്ന് ഏറ്റവും കൂടുതൽ കള്ളങ്ങൾ പറഞ്ഞ് അന്യമായ നീതിരഹിതമായും ആരോഗ്യവകുപ്പിനെയും മന്ത്രിയെയും പ്രതിപക്ഷത്തു നിന്ന് ആക്രമിച്ചതിലും അധിക്ഷേപിച്ചതിലും മുന്നിൽ നിന്ന ആളുകളിൽ ഒരാളാണ് ഇന്നത്തെ ആരോഗ്യമന്ത്രി. അന്നത്തെ വാക്കുകളൊക്കെ ഇന്ന് ബൂമറാങ് പോലെ പറഞ്ഞവരിലേക്ക് ശക്തമായി തിരിച്ചെത്തുന്നത് നാം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ട് LDF കാലത്തെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനം പ്രശ്നമായി മുരളീധരന് തോന്നുന്നു എന്നതിന് 1-2 ഉദാഹരണങ്ങൾ മാത്രം നോക്കാം. ശിവകുമാറിന്റെ കാലത്ത് ഡെങ്കിപ്പനി മൂലമുള്ള മരണനിരക്ക് കേരളത്തിൽ 8 ആയിരുന്നു. കഴിഞ്ഞ വീണമിട്ടലിന്റെ കാലത്ത് 1 ആയി കുറച്ചു. ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ മരണനിരക്ക്. UDF കാലത്ത് അടിസ്ഥാന സൗകര്യമില്ലാതെ ഇടുക്കിയിൽ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങി. അംഗീകാരം കിട്ടിയില്ല. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ തുടങ്ങിയത് 1 അല്ല 4 മെഡിക്കൽ കോളേജുകളാണ്. ശിശുമരണ നിരക്ക് UDF കാലത്ത് 12, 2005-ൽ. LDF കാലത്ത് അത് 5. UDF കാലത്ത് 200 ആരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനാ ലാബ് തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചു. തുടങ്ങിയില്ല. എന്നാൽ കഴിഞ്ഞ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും ലാബുകളും സജ്ജമാക്കി. 1300 ലാബുകളിലൂടെ ലാബ് ശൃംഖല കേരളത്തിൽ സാക്ഷാത്കരിച്ചു. 30 ദിവസത്തിനിടെ 87 പേർക്ക് പനി ബാധിച്ച് കേരളത്തിൽ മരിച്ചു എന്ന യാഥാർത്ഥ്യത്തിന്റെ മുന്നിലാണ് ആരോഗ്യമന്ത്രി നിസ്സാരമായി കാര്യങ്ങളെ കാണുന്നത്. കുതിരക്കച്ചവടം പൂർണ്ണം. മഹാരാഷ്ട്രയിൽ 6 വിമത MP-മാർ ശിവസേന ഷിൻഡെ വിഭാഗത്തിൽ ചേർത്തു. ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയിൽ നിന്നും കൂറുമാറിയ 6 ലോക്സഭാ MP-മാർ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയുടെ വിഭാഗത്തിൽ ചേർന്നു. സഞ്ജയ് ദേശ്, സഞ്ജയ് ജാദ, സഞ്ജയ് ദിന പാട്ടീൽ, നാഗേഷ് ഓംപ്രകാശ്, ജംഷെഡ്ജി ബൽക്കർ, ബൗസാഹബ് വാക്ചരെ എന്നിവരാണ് കൂറുമാറിയത്. മുംബൈയിൽ വെച്ച് ഷിൻഡെയുടെയും മറ്റു മുതിർന്ന നേതാക്കളുടെയും സാന്നിധ്യത്തിലാണ് ഇവർ പാർട്ടിയിൽ ചേർന്നത്. ഈ കൂറുമാറ്റത്തോടെ ഓപ്പറേഷൻ ടൈഗർ പൂർണ്ണമായെന്ന് ഏകനാഥ് ഷിൻഡെ പറഞ്ഞു. ബാലാസാഹേബ് താക്കറുടെ ആശയങ്ങൾ പിന്തുടരുന്ന യഥാർത്ഥ ശിവസേനയിലാണ് ഈ MP-മാർ ചേർന്നതെന്നാണ് ഷിൻഡെ അവകാശപ്പെട്ടത്. 2002 ജൂണിലാണ് ഷിൻഡെ വിഭാഗം രൂപീകരിച്ചത്. ശിവസേനയിൽ ഇപ്പോൾ നടന്നത് ഏറ്റവും വലിയ 2ാമത്തെ പിളർപ്പാണെന്നും ഷിൻഡെ പറഞ്ഞു. ഇതോടെ BJP സ്ഥിരം തന്ത്രമാക്കി മാറ്റിയിട്ടുള്ള കൂറുമാറ്റ രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനം മഹാരാഷ്ട്ര ഭരണത്തിലും ഒരിക്കൽ കൂടി എത്തുകയാണ്. അയോഗ്യരാക്കപ്പെടുന്നത് ഒഴിവാക്കാൻ ആവശ്യമായ എണ്ണത്തോടെയാണ് MP-മാർ ഷിൻഡെ വിഭാഗത്തിലെത്തിയത്. ഇത് മഹാരാഷ്ട്രയിൽ മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ വലിയ തിരിച്ചടിയായി. വർഷങ്ങളായി തെരുവിലലഞ്ഞ് നടന്നയാളുടെ മരണശേഷം സഞ്ചിയിൽ നിന്നും ലഭിച്ചത് 1 ലക്ഷം രൂപ. വർഷങ്ങളായി തെരുവിലലഞ്ഞു തിരിഞ്ഞ് നടന്നയാളുടെ മരണശേഷം സഞ്ചിയിൽ നിന്നും കണ്ടെത്തിയത് 1 ലക്ഷം രൂപയിലധികം. രാജാക്കാട് പനിച്ചിക്കുടി സ്വദേശിയായ പുതുശ്ശേരിയിൽ ശശി 64 കഴിഞ്ഞ ദിവസം വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് മരണപ്പെട്ടത്. വീടും കുടുംബവുമില്ലാത്ത ശശി രാജാക്കാട് ക്രിസ്തുരാജ് ഫൊറോണ പള്ളിക്ക് സമീപമുള്ള സ്കൂൾ കെട്ടിടത്തിന്റെ വരാന്തയിലാണ് കിടന്നിരുന്നത്. സഞ്ചി പരിശോധിച്ചപ്പോൾ 1,15,751 രൂപയുടെ നോട്ടുകൾ ലഭിച്ചത്. വർഷങ്ങളായി കിട്ടിയ ചെറുതും വലുതുമായ തുകകൾ കൂട്ടിച്ചേർത്ത് സൂക്ഷിച്ചതാകാം കണ്ടെത്തിയ പണമെന്നാണ് കരുതുന്നത്. ടൗണിലും കളീക്കൽ ജുവലറിക്കും സമീപത്തെ മുറിയിലാണ് വസ്ത്രങ്ങൾ സഞ്ചിയിലാക്കി സൂക്ഷിച്ചിരുന്നത്. പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിലാണ് പണം എണ്ണി തിട്ടപ്പെടുത്തിയത്. തുക ബന്ധുക്കൾക്ക് കൈമാറാനാണ് തീരുമാനം. അസുഖബാധിതനായ ശശിയെ രാജാക്കാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ബെന്നി പാലക്കാട്, ടൗൺ വൻ സംഘം ജോഷി കഞ്ഞിക്കുഴി എന്നിവരുടെ നേതൃത്വത്തിലാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ആദ്യം സ്വകാര്യ ആശുപത്രിയിലാണ് എത്തിച്ചതെങ്കിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ചികിത്സയിലിരിക്കെയാണ് മരണം. രാജാക്കാട് പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ മൃതദേഹം രാജാക്കാട് പഴയ വിടുതിയിലുള്ള പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. മരുന്നില്ല, ഡോക്ടർമാരും DMOമാരുമില്ല, ആരോഗ്യവകുപ്പ് തലപ്പത്ത് കസേരകളി. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. മരുന്നുകൾ ലഭ്യമാക്കുന്നില്ല, PSC അഡ്വൈസ് ലഭിച്ച ഡോക്ടർമാർക്ക് നിയമനം ലഭിക്കുന്നില്ല, 5 ജില്ലകളിൽ DMOമാരില്ല. എന്താണ് ഇതിന് പിന്നിലുള്ള നിക്ഷിപ്ത താല്പര്യമെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും പിണറായി പറഞ്ഞു. നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ട് സംസ്കരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് നിപ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനു ശേഷമുള്ള നടപടികൾ കാലതാമസമുണ്ടായി. മാരകമായ പ്രഹര ശേഷിയുള്ള രോഗമാണ് നിപ. മറ്റെല്ലാം മാറ്റിവെച്ച് ഏകോപനത്തിന് നേതൃത്വം കൊടുക്കേണ്ടയാൾ ആരോഗ്യമന്ത്രിയാണ്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞാണ് മന്ത്രി കോഴിക്കോട് എത്തിയത്.
കഠിന കാലങ്ങളിൽ എപ്പോഴെല്ലാം നിപ രോഗം വന്നോ അപ്പോഴെല്ലാം ആരോഗ്യമന്ത്രി തൊട്ടടുത്ത സമയം പ്രദേശത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏകോപനം നടത്തിയിട്ടുണ്ട്. നാടിനെയാകെ പ്രതിരോധത്തിൽ അണിനിരത്തി സർക്കാർ മാത്രമെന്ന നിലയിലിരുന്ന എല്ലാവരെയും ചേർത്താണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ LDF സർക്കാർ നടത്തിയതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കാലവർഷത്തിന് മുൻപ് ചെയ്യേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അന്ന് അധികാരത്തിലുണ്ടായിരുന്ന LDF സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ ആരോപണത്തിന് പിണറായി മറുപടി നൽകി. അന്ന് തെരഞ്ഞെടുപ്പ് ഘട്ട പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടായിരുന്നതിൽ ഒരു ഉദ്യോഗസ്ഥരെയും വിളിച്ചുകൂട്ടാൻ അധികാരമുണ്ടായിരുന്നില്ല. എന്നാൽ ഫെബ്രുവരിയിൽ ഉൾപ്പെടെ യോഗം ചേരുകയും സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. പക്ഷെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം യോഗങ്ങൾ നടത്തിയില്ല. ആരോഗ്യവകുപ്പും തദ്ദേശഭരണ വകുപ്പും ഏകോപനത്തിനില്ലെന്ന് മന്ത്രി തന്നെ പറയുന്നു. എന്നാൽ LDFന്റെ അനുഭവം ഇത്തരം സാഹചര്യം മുൻപ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫലപ്രദമായി സഹകരിച്ചു എന്നതാണ്. അവിടെയൊന്നും രാഷ്ട്രീയ പ്രശ്നമായിട്ടില്ല. മന്ത്രി ഒരു കാര്യം പറയുന്നു, ഉദ്യോഗസ്ഥർ മറ്റൊരു കാര്യം പറയുന്നു. പരക്കെ ഉദ്യോഗസ്ഥർ സ്ഥലം മാറ്റുകയാണ്. ഫലപ്രദമായ ആരോഗ്യവകുപ്പ് പ്രവർത്തിക്കേണ്ട ഘട്ടത്തിലാണ് ഈ സ്ഥലം മാറ്റം. ആരോഗ്യ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന വിധത്തിലുള്ള കൂട്ടസ്ഥലം മാറ്റങ്ങൾ ഒഴിവാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. മദ്യനികുതിക്ക് ഇളവ്, കരിമണത്ത് അതൃപ്തി പരസ്യമാക്കി വേണുഗോപാൽ. സർക്കാരിന് മുന്നറിയിപ്പ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന നികുതി പകുതിയിലേറെയായി വെട്ടിക്കുറയ്ക്കാനും ധാതുമണൽ ഖനനത്തിനുള്ള UDF സർക്കാരിന്റെ തീരുമാനത്തിൽ അതൃപ്തി പരസ്യമാക്കി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. മദ്യനയത്തിലും ധാതുമണലിന്റെ കാര്യത്തിലും ചില ആശങ്കകൾ ഉയർന്നിട്ടുണ്ടെന്നും ആ ആശങ്കകൾ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്നും വേണുഗോപാൽ പറഞ്ഞു. മദ്യനയമടക്കം നയപരമായ കാര്യങ്ങളിൽ പാർട്ടിക്കുള്ളിൽ കൂടിയാലോചനകൾ ഉണ്ടാകുമെന്നും ഇത്തരം കാര്യങ്ങളിൽ ചർച്ച ചെയ്യേണ്ട രീതിയിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ സർക്കാർ വന്നതേയുള്ളൂ. സർക്കാർ എടുക്കുന്ന നിലപാടുകൾ ആർക്കെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ പാർട്ടി തലത്തിൽ ചർച്ച ചെയ്യും. കരിമണൽ ഖനനത്തിൽ കോൺഗ്രസിന് ദേശീയ തലത്തിൽ ഒരു നിലപാടുണ്ട്. സംസ്ഥാന തലത്തിലും കോൺഗ്രസിനും UDFനും നയമുണ്ട്. അതിനുള്ളിൽ നിന്നും കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നും KC വേണുഗോപാൽ പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശന്റെ ബജറ്റ് പ്രഖ്യാപനം തള്ളി മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയും M ലിജുവും രംഗത്തെത്തിയിരുന്നു. തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് KPCC മുൻ പ്രസിഡന്റ് VM സതീശൻ കത്തയച്ചു. വകുപ്പ് മന്ത്രിസഭയും മുന്നണിയും കോൺഗ്രസും അറിയാതെ സതീശൻ വൻകിട മദ്യ കമ്പനികൾക്കു വേണ്ടി തീരുമാനം ബജറ്റിൽ തിരികെ കയറ്റിയതാണ് ഇവരെ ചൊടിപ്പിച്ചത്. ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ പേരിൽ ആഭ്യന്തര എക്സൈസ് മന്ത്രിമാർ ഒരു വശത്തും മുഖ്യമന്ത്രി മദ്യലോബിക്കായി മറുവശത്തുമാണ് നിൽക്കുന്നത്. ടീം UDF എന്നത് VD സതീശനിൽ ഒതുങ്ങിയെന്ന ആരോപണം നേരത്തെയുണ്ട്. ഇത് ശരിവെക്കുന്നതാണ് പുറത്തുവരുന്ന ഡീൽ കഥകൾ. മദ്യവ്യാപനം പ്രോത്സാഹിപ്പിക്കുന്ന ബജറ്റ് നിർദ്ദേശം പിൻവലിക്കുന്നതോടൊപ്പം കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിനെയും VM സുധീരൻ എടുത്തിട്ടുണ്ട്. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, M ലിജു, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ എന്നിവർക്കും കത്തിന്റെ പകർപ്പയച്ചു. ആഗോളതലത്തിൽ എക്സ് സേവനം തടസ്സപ്പെട്ടു. ലോഗിൻ ചെയ്യാനാകാതെ ഉപയോക്താക്കൾ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ആഗോളതലത്തിൽ സാങ്കേതിക തടസ്സം നേരിട്ടു. 25,000-ലധികം ഉപയോക്താക്കൾ ഒരേ സമയം ലോഗിൻ ചെയ്യാനോ ആപ്പ് ആക്സസ് ചെയ്യാനോ കഴിയുന്നില്ലെന്ന് റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യ, അമേരിക്ക, UK തുടങ്ങി പ്രധാന ആഗോള വിപണികളാണ് തടസ്സം കൂടുതൽ അനുഭവപ്പെട്ടത്. 49% പരാതികളും ഉന്നയിച്ചത് മൊബൈൽ ആപ്പ് ഉപയോഗിക്കുന്നവരാണ്. 28% പേർക്ക് ഫീഡും ടൈം ലൈനും ലോഡ് ചെയ്യുന്നതിൽ കാലതാമസം നേരിട്ടു. ഡെസ്ക്ടോപ്പ് വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്നതിലാണ് 15% ഉപയോക്താക്കൾ പ്രശ്നം നേരിട്ടത്. തിങ്കളാഴ്ച രാവിലെ 10ഓടെയാണ് തകരാറുകൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. വൈകുന്നേരം 7:30ഓടെ പരാതികളുടെ എണ്ണം 31,000 കടന്നു. നിരവധി ഉപയോക്താക്കൾ എറർ മെസ്സേജുകൾ ലഭിച്ചു. തടസ്സത്തിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് ആക്സ് ഇതുവരെ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് കമ്പനി പ്രസ്താവനകളൊന്നും പുറത്തിറക്കിയിട്ടുമില്ല. ജലപീരങ്കിൽ ഉപയോഗിച്ചത് മലിനജലം, വെള്ളക്കൊപ്പി ഉയർത്തി പ്രതിപക്ഷ നേതാവ്. AIF സംഘടനകൾ സംഘടിപ്പിച്ച നിയമസഭാ മാർച്ചിന് നേരെ പോലീസ് നടത്തിയ ജലപീരങ്കി പ്രയോഗത്തിൽ മലിനജലം ഉപയോഗിച്ചു. ഗുരുതര രോഗങ്ങൾക്കിടയാക്കുന്ന വെള്ളമാണ് സമരക്കാർക്ക് നേരെ പോലീസ് പ്രയോഗിച്ചത്. ഇതോടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വെള്ളക്കുപ്പിയുമായി നിയമസഭയിൽ എത്തി. തീർത്തും മലിന ജലമാണ് പ്രതിഷേധക്കാർക്ക് നേരെ പ്രയോഗിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കേരള ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്താണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് ഉൾപ്പെടെ വഴിവെക്കുന്ന വെള്ളമാണ്. സാധാരണ ഉപയോഗിക്കുന്ന രീതിയല്ല ഇത്. ഗൗരവമായി സർക്കാർ ഇക്കാര്യം കാണണമെന്നും ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. വാട്ടർ അതോറിറ്റിയിലെ വെള്ളമാണ് ഉപയോഗിച്ചതെന്നും വെള്ളം ലബോറട്ടറിയിൽ പരിശോധിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. PMC പദ്ധതി നടപ്പാക്കുന്ന രീതിയിലാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. കേളകത്ത് ഭീതി പരത്തിയ പുലി കൂട്ടിലായി.
കേളകം പഞ്ചായത്തിലെ വെണ്ടുക്കുംചാലിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. വട്ടക്കാട്ടിൽ കുഞ്ഞിന്റെ റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ച കൂട്ടിലാണ് തിങ്കൾ രാത്രിയോടെ പുലി കുടുങ്ങിയത്. രാവിലെ മുതൽ ജനപ്രതിനിധികളും നാട്ടുകാരും വനം ഉദ്യോഗസ്ഥരും പ്രദേശത്ത് വിവരമായ തെരച്ചിൽ നടത്തിയിരുന്നു. കൂടുതൽ ക്യാമറ സ്ഥാപിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ 3 പ്രത്യേക സംഘങ്ങളായി തിരിച്ചായിരുന്നു പരിശോധന. കഴിഞ്ഞ ദിവസം പുലി പിടിച്ച ആടിന്റെ ജഡം പാതിഭക്ഷ്യ നിലയിൽ തിരച്ചിൽ സംഘം കണ്ടെത്തിയിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് പുലിയുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് നടത്തിയ പരിശോധനയിൽ 500 മീറ്റർ അകലെയുള്ള പൊയ്യാമല ഭാഗത്തേക്ക് കടന്നുപോയതായി വനം വകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു.